നിർണ്ണയിക്കാനുള്ള ഒരു വലിയ വേദിയാണ്, വലിയ പ്ലാറ്റ്ഫോമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു കാര്യം ശരിയാണ്, പഠിച്ച് പാസ്സായവരുടെ എണ്ണം ഇന്ന് ഒരു പ്രശ്നമുള്ള എണ്ണമല്ല. ഇപ്പം കഴിഞ്ഞ കാലത്ത് വെച്ച് നോക്കുമ്പോൾ തോറ്റവരെക്കാൾ കൂടുതൽ ജയിച്ചവർ തന്നെയാണുള്ളത്. ഇപ്പം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സിനിമയിലാണ് ശ്രീനിവാസൻ പറഞ്ഞത്, കേരളത്തിൽ തേങ്ങയേക്കാൾ കൂടുതൽ ഡിഗ്രി പാസ്സായവരാണുള്ളത് എന്നാണ്. അപ്പൊ പാസ്സാവുക എന്നുള്ളത് ഇന്നൊരു ഒരു ഒരു ഘടകമല്ലാത്ത രീതിയിൽ എല്ലാവരും ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടുന്ന ആളുകളാണ്. അപ്പൊ അതിൽ നിന്ന് ഇത്ര കോമ്പറ്റീറ്റീവായിട്ട് മാറുന്ന ഒരു കാലത്ത് ഒരു ഗ്രാമപ്രദേശത്ത് എനിക്ക് നിങ്ങളുടെ ആ നോട്ടീസിനകത്ത് നിങ്ങൾ പരിപാടി ഇൻവൈറ്റ് ചെയ്യാൻ അയച്ച മെസ്സേജിനകത്ത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു വാക്ക് നിങ്ങൾ അതിനകത്ത് അത് ഉൾപ്പെടുത്തിയതിൽ അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. ജോഗ്രഫിക്കൽ കൺഫൈൻമെന്റ്, അതായത് ഞാൻ തുറയൂരാണ്, ഞാനൊരു ഗ്രാമപ്രദേശത്താണ്, ഞാൻ കൊയിലാണ്ടിയുടെ ഉള്ളിലാണ്, ഞാൻ വടകരയുടെ ഉള്ളിലാണ്, അതല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഗ്രാമത്തിലാണ്, വില്ലേജിലാണ്, എൻ്റെ ഭാവിക്ക് ഞാൻ ജീവിക്കുന്ന സ്ഥലം എൻ്റെ ചുറ്റുപാടും ഒരു തടസ്സമാണെന്നുള്ള ഒരു ധാരണയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. നല്ല കോഴ്സുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ എവിടെ പോകണമെന്ന് ചോദിക്കുമ്പോൾ മെട്രോകളെ തിരഞ്ഞെടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, വലിയ നഗരങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത്തരം കോഴ്സുകൾക്കുള്ള കോച്ചിങ് കിട്ടുന്ന സ്ഥലങ്ങളെ വളരെ പരിമിതപ്പെട്ട ഒരു കാലം ഉണ്ടായിരുന്നു. ആ പരിമിതികളെല്ലാം ഇന്ന് മറികടക്കപ്പെട്ടിരിക്കുകയാണ്.